ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചൂരിദാറിന് ഒരു വി നെക്ക് നമ്മുടെ പീസൊക്കെ വെച്ച് വി നെക്ക് തയ്ച്ചെടുക്കുന്ന ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിതുപോലെ നമ്മുടെ സെൻറ്റർ ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് കഴുത്തിൻ്റെ വൈഡ് നമുക്ക് ആവശ്യം 2.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടി 3.25 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യം അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടിയാണ് വൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് ഇറക്കാൻ നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി 6.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണി നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ നമുക്കൊരു 3/4 ഇഞ്ച് കൂട്ടി നമ്മൾ വൈഡും അതുപോലെ തന്നെ ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇത് വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പീസാണ്. ഇത് നമുക്ക് 2.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കി വെക്കുന്നു. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ എടുത്തിട്ട് നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. ആ ഒരു മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള വി പീസിനെ കണ്ടോ, ഈ ഒരു വി മോഡലിൽ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഇതുപോലെ വെക്കുക. കേട്ടോ, നമുക്കിവിടെ നമ്മുടെ 2 സൈഡിലും നമുക്ക് കറക്റ്റ് തുന്നത്തുണി വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ തുണിയുടെ സെൻറ്റർ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് 2 സൈഡിലും തുന്നത്തുണി ഒരേ അളവിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് തുന്നത്തുണി കറക്റ്റാണ്. ഈ ഒരു ഭാഗത്തും ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഈ ഒരു കട്ടിയായിട്ടുള്ള ആ ഒരു വി ഷേപ്പിൽ കൂടി നമ്മൾ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. നമുക്ക് ആ ഒരു മാർക്കിംഗ് ഒന്ന് കറക്റ്റ് കട്ടി കൂട്ടാവുന്നതാണ്. കണ്ടോ, സ്റ്റിച്ചിങ് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക. ആ ഒരു പീസിനെ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ തയ്ച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ വി ഷേപ്പിൽ തയ്ച്ചെടുക്കുന്നു. ഇവിടെ നമ്മൾ സെൻറ്ററിലൂടെ കറക്റ്റ് നമ്മളൊരു കട്ടിങ് കൊടുക്കുന്നു. കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിനെ നമ്മൾ കണ്ടോ കട്ട് ചെയ്ത ആ ഒരു പീസിനെ നമ്മൾ 2 ഭാഗത്തേക്കും ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, 2 ഭാഗത്തേക്കും തുറന്ന് പ്രസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ തമ്മിൽ ഇതുപോലെ കൂട്ടി പിടിച്ച് കണ്ടോ, ഇതുപോലെ പിടിച്ചാൽ നമുക്കിതൊരു വി ഷേപ്പിലുള്ള ഡിസൈനായി കിട്ടും. കണ്ടോ, നമുക്ക് വി ഷേപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് കിട്ടുക. ഇവിടെ നമ്മൾ ആ ഒരു ഡിസൈൻ കണ്ടോ 2 ഭാഗത്തേക്കും പ്രസ് ചെയ്ത് വെച്ചത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് കുത്തനെ വരുന്ന സ്റ്റിച്ചിങ്ങും കറക്റ്റായിട്ട് നിൽക്കണം. അതിനുശേഷം നമുക്കിവിടെ കണ്ടോ ഈ ഒരു സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെയുള്ള പുറത്തേക്ക് വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്കിത് നമ്മുടെ ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഈ ഒരു വി ഷേപ്പ് നമ്മൾ ഇതുപോലെയാണ് ഉള്ളത്. അതിനെ നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ വെച്ച് നമ്മുടെ സെൻറ്റർ ഭാഗം, നമ്മുടെ ആ ഒരു വിയുടെ സെൻറ്റർ ഭാഗം കറക്റ്റ് നമ്മളൊന്ന് താഴോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു മാർക്കിൽ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ മുകളിലേക്കുള്ള അളവ് കറക്റ്റ് ചെയ്ത് വെക്കുക. കണ്ടോ, കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു പോയിന്റിലേക്കാണ് കറക്റ്റ് സ്റ്റിച്ച് വരേണ്ടത്. കണ്ടോ, നമ്മൾ ആ ഒരു വി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ആ ഒരു സൂചി കുത്തിയിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നു. ഇതുപോലൊരു കട്ടിങ് കൊടുത്ത് നമുക്ക് 2ാമത്തെ ഭാഗത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമ്മളിതിനെ നല്ലവണ്ണം നഖം വലിച്ചു കൊടുക്കുക. സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഈ ഒരു വി ഒക്കെ ഈ ഒരു പോയിൻ്റൊക്കെ കറക്റ്റ് ഇവിടെ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ 2ാമത്തെ സൈഡിലേക്കും നമ്മളത് സ്റ്റിച്ചിങ് ചെയ്യുക.
കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇത് നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് കിട്ടും ഇതുപോലെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.